അച്ഛാ, നമുക്ക് ഒരുമിച്ച് വിളിച്ചാലേ? അച്ഛാ, അച്ഛാ അതിന് നമ്മളെ അച്ഛാ ഇത് ദേവി. ദേവിയാ? ഓ, ഞാൻ വീണ്ടും കല്യാണം കഴിച്ച അച്ഛാ. വീണ്ടും കല്യാണം കഴിച്ചെന്നാ? അപ്പച്ചിയാ? അപ്പച്ചി തേച്ചല്ലേ? നീ മതി, നമുക്ക് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. ഇതാരും പറഞ്ഞു? അച്ഛാ ഇത് ദേവി, എന്റെ സെക്കൻഡ് വൈഫ്. ഇത് മൂദേവി. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. കൊടപ്പുകളാവും ഷേപ്പ് മാറ്റും. അയ്യേ, എവിടെ നീട്ടിയത്? ഓ, എവിടെ പോണേ? എവിടെ പോണേ? എന്റെ ചവത്തിൽ ചവിട്ടികളാ നീ അതിനകത്ത് കയറുള്ളൂ. എന്റെ രണ്ട് ശവം കൂടി വേണ്ട. കാണാം. അച്ഛത്തിന് മാറത്തി, ഞാൻ ഇത്തിരി പൊയ്ക്കോട്ടെ. വെള്ളം പോണ്ട, മോടി കയറി പോവാൻ പോണേ. ഒന്നും ചെയ്യണ്ടേ, നീങ്ങോ. ചിന്നു, അപ്പച്ചി ഇതുപോലെ കണ്ടാ? നോക്കി വെക്കണേ, അവൻ കാണിച്ച വേല. ദേവി, ഇത് ചിന്നു, എന്റെ എക്സ് വൈഫ്. ഇത് എന്റെ ഇപ്പോഴത്തെ വൈഫ്. ഹായ് എക്സ് വൈഫ്. മാലേക്കം. എക്സ് വൈഫാ? എന്തോന്ന് മാമ ഇത്? യുവ കെട്ടിക്കൊണ്ട് വന്നത് നീ കണ്ടില്ല? ദേവി, ഞാൻ അങ്ങോട്ട് വരണോ നിങ്ങൾ ഇങ്ങോട്ട് വരണോ? ഇവിടെ വരെ. അല്ല പോയിട്ട് വരാം. എന്നെ ചതിക്കായിരുന്നല്ലേ? നീ കടപ്പുറം വിടടി. എന്റെ ഭഗവാനെ, ഇവൻ രണ്ട് കെട്ടും നാളിൽ എഴുതിയിരിക്കുന്നത്. ഓ, ഇത് വലിക്കുമ്പോ എന്തോ ഉള്ള മനസമാധാനവും പോയല്ലേ. ഡാഡി, ഡാഡി കൂൾ. മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. അതെന്താ ഒരാളെ വിഷ് ചെയ്ത നല്ല രീതിയിലെ വിഷ് ചെയ്യേ? ഞാൻ വിഷ് ചെയ്തല്ലേ. എന്താ ഒരു വാട്ടം? ഏയ് വാട്ടമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓ, നിനക്ക് ഈ ജാതകത്തിൽ വലിയ വിശ്വാസം ഉണ്ടോ? എനിക്കാ? ആ. ഓ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാര്യം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 7 കടൽ കടന്നു ഈ ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്തല്ല. ഡേയ്, ജാതകത്തിൽ എഴുതി വച്ചേക്കുന്നത് മിക്കത് കള്ളത്തന്നെ. ആ, നീ ജാതകം വായിച്ചു നോക്കിയ? ഓ, നിന്റെ ജാതകം നീ വായിച്ചു നോക്കിയ? ഓ, അതിലുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. മുഴുവൻ വായിച്ചില്ല, പക്ഷെ കുറെ വായിച്ചു. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ്റെ ഉണ്ടോ? എന്റെ ജാതകം. എന്ത് ജാതകം? അത് ഇവിടെ ഞാനിനെ പറ്റി അന്വേഷിച്ചു ഇവിടെ പോയി എന്നുള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. അതിത്തിരി ഇതായി പോയല്ലോ. നീ ഒന്ന് എഴുതിപ്പിക്കണം. എന്തിനി? അതിന്റെ ഒന്നും ആവശ്യമില്ലേ, നമ്മളെ തലവിധി വരെ അങ്ങ് പോകും. ഞാൻ പഞ്ചാംഗം നോക്കി, പഞ്ചാംഗം വായിച്ചു. പഞ്ചാംഗം? ഓ, അതിനകത്ത് എനിക്ക് നല്ല സമയമാണ്. എല്ലാ തടസ്സവും മാറിയപ്പോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് അതിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ യുവന്മാര് ഈ പഞ്ചാംഗം ബുക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പല കള്ളത്തനും അതിൽ എഴുതി ചേർക്കും. മക്കളെ, നീ അതൊന്നും വിശ്വസിക്കില്ല കേട്ടാ. അച്ഛന് വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അന്ന് വിശ്വസിക്കാൻ പാടില്ല. കൊച്ചു പയ്യനല്ലടായി. നീയൊക്കെ ഇത് വിശ്വസിച്ച് നടന്നാൽ എന്തരാകും? അവസാനം നീ സ്വാമിയായിട്ട് പൂന്തോട്ട് പോകും. എന്താടാ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല കേട്ടാ. ആ, ഓക്കെ. ഒരു കാര്യം ചെയ്യും, അച്ഛൻ ചായ കുടി, ഞാൻ രാത്രോട്ട് പോയിട്ട്.
രാവിലെ ഇരുന്നുണ്ടല്ലോ. ചായ കുടിച്ചാ? കുടിക്കാം. ഇപ്പൊ ഇനി ജാതകം വായിച്ചു കാണും? ഏയ്, അങ്ങനെ മൊത്തം വായിച്ചൊന്നും കാണില്ല. എനിക്ക് എപ്പോഴേ പറഞ്ഞ 2 കെട്ടാള യോഗമുണ്ടെന്ന് വായിക്കണം. ഇനി ആ ജാതകത്തിന് ഇവിടുന്ന് തൂത്തുവാരി കളയണം. അത് വേണ്ട. കഷ്ടകാലത്തിന് എടുത്തു വെച്ച് വായിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ അതിൽ ഭയങ്കര വിശ്വാസവും. നടക്കുമോ നടക്കൂലേ ദൈവത്തിനറിയാം. അത് നീ പഠിച്ചത്? പിന്നെ ബാക്കിൽ നിന്ന് തൊട്ടാ പേടിക്കൂലേ? ബാക്കി തൊട്ടാ പേടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒന്നുമില്ല, എന്റെ ഭർത്താവല്ലേ. അടി ചിന്ന കുട്ടി വന്നാട്ടെ, ഓമനെ കുട്ടി വന്നാട്ടെ, ഇതർ ഉദർ ഇതർ ഉദർ പറന്ന് നടന്നാട്ടെ, ഇങ്ങിട്ട് പാട്ടി ഇങ്ങിട്ട്. രാവിലെ പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഭാര്യയുടെ സ്നേഹം തോന്നി അത് പ്രകടിപ്പിക്കണ്ടേ? നമുക്ക് നമ്മുടെ ഒരു ഭാര്യ. നീ അതിനെ ഗ്രാമർ കണ്ടുപിടിച്ചോണ്ടിരിക്കണ. എടി, സ്വന്തം ഭാര്യയുടെ സ്നേഹം തോന്നി നമ്മളെ സമയവും കാലവും നോക്കാൻ പാടില്ല. ഉടനെ ഒന്നൊക്കെ സ്നേഹിച്ചിരിക്കണം. ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പറയേ ഈ പുതുമോടി ആയിരിക്കുമ്പോ ഭയങ്കര സ്നേഹമാണ്, ഒരു 3 വർഷം കൊണ്ട് കഴിയുമ്പോ യഥാർത്ഥ സ്വഭാവം വരും. ഡാർക്ക്, നീ നെഗറ്റീവിന്റെ ഒരു കൂടാണ് ചിന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു സത്യം പറഞ്ഞില്ലേ? സത്യം പറഞ്ഞതാ. ഇത് എല്ലാവരും അങ്ങനെ. എന്റെ ഫ്രണ്ട് പാർവതിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പാർവതിയുടെ കാര്യം അറിഞ്ഞ അവള് കല്യാണം കഴിഞ്ഞപ്പോഴേ ആദ്യത്തെ 3 വർഷം ഭയങ്കര സ്നേഹമായിരുന്നു. 4ാമത്തെ വർഷം ആയപ്പോ തൊട്ട് ആടി പിടിയും ബഹളവും. 5ാമത്തെ വർഷം ഡിവോഴ്സ്. എന്നിട്ട് ആ വൃത്തികെട്ട ചെറ്റ ഉണ്ടല്ലോ, അവൻ വേറെ കെട്ടി ഇപ്പൊ ഒരു കുട്ടിയോ. അവൻ അങ്ങനെ പൊളിച്ചിട്ട് പോകാൻ തോന്നി അല്ലേ? അത് തന്നെ. സത്യം. എവിടെ പോണം ഇപ്പൊ? ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട്. അയ്യോ, ചായ കുടിക്കാൻ പുറത്താണ്, ഞാൻ ഇട്ട് തരൂലേ? എന്റെ പാട്ട ചായ അല്ല, നിന്റെ പാട്ടേ ചായ ഉണ്ടാക്കി വെറുതെ സമയം കളയാനതിന്. നിസ്സാര ഒരു ചായ അല്ലേ, നീരിനത്ര കൊള്ളൂലെങ്കിലും പുറത്ത് പോവാം, കുടിക്കാം, പെട്ടെന്ന് തിരിച്ചു വരാം. നിനക്ക് എന്താണ്? ഉഴുന്നക്ക വട അല്ല, പരിപ്പ് വട. പരിപ്പ് വട? പരിപ്പട സെറ്റ് കൊണ്ടുവന്നിരിക്കും. പിന്നെ മുല്ലപ്പൂ. ആന്തരടി മുല്ലപ്പൂവും പരിപ്പൊടിയും? മുല്ലപ്പൂവും പരിപ്പൊടിയും തിന്നല്ല, പരിപ്പോടെ തിന്ന, മുല്ലപ്പൂ തലേ വെക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഉള്ളിവിടെ മുല്ലപ്പൂ പഞ്ചല എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം അമ്മേട്ട. മുല്ലപ്പൂ വാങ്ങിക്കണം, അത്രേ ഉള്ളൂ കേട്ടാ. മുട്ട ബജി മുല്ലപ്പൂ എന്തെങ്കിലും കെട്ടിയത്, എന്തെങ്കിലും കെട്ടി വെച്ചത് എന്തെങ്കിലും. വാങ്ങിച്ചോണ്ട് വന്നാ തരാം. വാങ്ങിച്ചോണ്ട് വന്നാ തരാം. പെട്ടെന്ന് പെട്ടെന്ന് പോകും. അപ്പു, എന്ത് ഇത്ര ആലോചന? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടക്കും. മകളെ, ഓ, രാമന്റെ ഫോൺ എടുത്തോണ്ട് വാ. രാമങ്ങളുടെ ഫോൺ അപ്പൂനെന്തിന്? നീ അത് അറിയണ്ട. ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞാ ഫോൺ എടുത്തോണ്ട് വരണം. എന്തോന്നപ്പൂ, എനിക്ക് വയ്യ. എടുത്തോണ്ട് വാ. നീ ഈ അപ്പൂന്റെ കാര്യം ഒരിടത്തിരിക്കാൻ സമ്മതിക്കൂല. നീ എനിക്ക് പോടി വരുന്നു, പോയി ഫോൺ എടുത്തോണ്ട് വാടി ഇങ്ങോട്ട്. എവിടെ പോണു? ചായ കുടിക്കാൻ പോണോ? ഇവിടെ ചായ ഇല്ലേ? അത് പുറത്തേക്ക് കുടിച്ചൂടി. എന്തൊരു വരവ് പോക്കൊക്കെ അന്വേഷിക്കണ ടോൾ ബൂത്ത്. ഇങ്ങനൊരു സാധനം ഉള്ളവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവിടെ. നിന്റെ വരവും പോക്ക് ഞാൻ അറിയണുണ്ട്. ഇഷ്ടം വയ്യേ?
നീ ഇവിടെ എന്തിനു ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനാ മുടി ചെയ്യിക്കൊണ്ടിരിക്കണത്. മുടി ചെയ്തോണ്ടിരിക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നെ. എന്തോ കാര്യം? എന്താ കാര്യം? വേണ്ട, ഞാൻ പോയി എടുത്തോളാം. എന്തോ കാര്യം പറഞ്ഞു? അയ്യോ അപ്പൊ മൊബൈൽ എടുത്തോണ്ട് വരാനല്ലേ? ഞാൻ മറന്നുപോയി, ഞാൻ എടുത്തുതരാം. എന്തിനു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഫോണിത് അപ്പടി. ഫോൺ എവിടെ നോക്കാ? രാമങ്ങൾ കൊണ്ടുപോയി കാണും ഫോണ്. ആര് പറഞ്ഞു കൊണ്ട്? ഞാൻ കണ്ടതല്ലേ പോണത്. അവന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. ഫോണില്ല. ആ നോക്ക്. അപ്പൊ ഇവിടെ എവിടെയും തന്നെ കാണും. അപ്പോ ദാ ഫോൺ ദാ ഇവിടെ ഇരിക്കുന്നു. കിട്ടിയാ? ഓ നീ കൊണ്ടുവാ. ദാ. അയ്യോ, ഇതിന്റെ ലോക്കളൊക്കെ ഇങ്ങനെ നോക്കണേ. ലോക്കാ? ലോക്ക് എടുക്കണോ? പിന്നെ ഏട് നീ? ഞാൻ അല്ലേ പറയണത്. ഏട് അത് ഇതിന്റെ ലോക്ക്. ഇത് ഫിംഗർ പ്രിന്റ് ആണ്. ഞാൻ ഇതെങ്ങനെ മാറ്റും? അങ്ങനെ കടന്നൂലേ ലോക്കളൊക്കെ? ഇതിൽ പാറ്റേൺ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. എന്തിനാ അന്ന് അങ്ങള് മാറ്റുന്നത് ഞാൻ ഇങ്ങനെ കണ്ണു നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണോന്ന് അറിയില്ല, ശ്രമിച്ചു നോക്കാം. ആ മാറി 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 മാറി. അതെ, ദേവി എന്ന് പേരുള്ള നമ്പറുണ്ടാകും. ദേവി എഴുതിയിട്ട് അതിൽ നമ്പറില്ലേ? ഓരോരുത്തരുടെ പേര് എഴുതി നമ്പർ. അത് ദേവി എന്നുള്ളത് അതാര്? ആര് അവിടെ നീ നോക്ക്. ഓ നോക്കാം. ആ ദേവി എന്ന് പറഞ്ഞ നമ്പർ ഇല്ല. രക്ഷപ്പെട്ടു. പക്ഷേ ദേവീസ് എന്ന് പറഞ്ഞൊരു നമ്പർ കിടക്കുന്നു. ഈ ദേവീസ് ഉള്ള നമ്പര് അതിലൊന്ന് വിളിച്ചോക്ക്. അതിലൊന്ന് വിളിച്ചോക്ക്. എന്തിന്? രാമൻ പറഞ്ഞ പ്രശ്നമാവും. ഒരു പ്രശ്നം ആവൂല. അപ്പ നോക്കിക്കൊള്ളാം. ഒന്ന് വിളി മക്കളെ, ഒന്ന് വിളി. വിളിക്കാം. പ്രശ്നമായി അപ്പൊ നോക്കിക്കോളാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളെന്ത് ഇവിടെ? ഫോണ് ബെല്ല്, ഫോണ് ബെല്ല്. ആ രാമങ്ങളുടെ ഫോണേ ബെല്ലടിച്ച്. ആരാന്ന് അറിയാൻ വേണ്ടി എടുക്കാൻ വന്നതാണ്. അപ്പൊ കട്ടായിപ്പോയി. ആര് വിളിച്ച്? അത് വന്നിട്ട് ദേവി. അതൊരു ദേവൻ, ദേവൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് വിളിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം ഞാൻ തിരിച്ചു വിളിക്കാം. ഇങ്ങോട്ട് മോളെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവര് വിളിക്കുമല്ലേ. അടിപൊളി എന്തിനാ കിടക്കുന്നത്? എന്ത് കിടക്കണ്? അത് എന്തിനാ കിടക്കണല്ലേ? എന്ത് കിടക്കണം? വിസിൽ. അപ്പൊ വാ പോവാം. ഫോൺ വിളിട്ടേ. എന്ത് കാര്യം അത് കവള ചെന്നിട്ട് പറയാം. നീ പോ. അപ്പു, ഈ ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കൂന്നാണ് അപ്പു പറയണേ? പിന്നല്ലാതെ കറക്റ്റാണ്, നടന്നിരിക്കും. ആഹാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു സദ്യ കഴിക്കാം. ഈ ചുമ്മാ ഇടിയടാ. ഇവിടെ മനുഷ്യവിടെ തീ തിന്നോണ്ടിരിക്കുന്ന അവർക്ക് സദ്യ. 2 എണ്ണം കെട്ടൂന്ന് വിധി ഉണ്ടെങ്കിൽ വിധി ആർക്കും തടുക്കാൻ പറ്റൂലല്ലോ. ഉണ്ണി ജീവനോടെ ഇരിക്കും കാലം രണ്ടാമത് കെട്ടാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. അപ്പോ എന്റെ ഒരു സംശയം, ഈ ദേവീസ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടിരിക്കുന്നതേ ചിലപ്പോ അത് ദേവിയാണെങ്കിലോ? ഇങ്ങനെ കാര്യം ചെയ്യ്. വിളി അവളെ, വിളി അവളെ, വിളി വിളിച്ചില്ല. വിളി വിളിക്കല്ലേ? അത് കൊള്ളൂലല്ലേ. ചെറുക്കന് ഇല്ലാതാക്കാനുള്ള പരിപാടി. ഹലോ, എന്തേ ആളെ മനസ്സിലായ? കൊടയടി പത്താവക്ക്. ഹലോ, നീ ആരടി? Ring a ding dong, riddly ding dong, ring a dong, ring a ding dong, riddly ding ding dong. അച്ഛൻ്റെ ചില കല്യാണ മണ്ഡപത്തിലെ പ്രതിമ പോലെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു.
ഇത് ചായ കുടിക്കാൻ നിനക്ക് എത്ര നേരം വേണം? അത് ശരി, ഇത് ടൈം ഓഫീസറാണല്ലേ, പോണേ വരണ എല്ലാ സമയം നോക്കിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇനി പഞ്ചിങ് കൂടെ ചെയ്യേണ്ടി വരും. ആ ഈ പോക്ക് പോവാണെങ്കിൽ പഞ്ചും ചെയ്യേണ്ടി വരും. അച്ഛൻ എന്താ അച്ഛാ വല്ല ടെൻഷൻ വല്ലതും ഉണ്ടാ? ഓ എനിക്ക് നിന്നെ പറ്റിയുള്ളൂ ടെൻഷൻ. എന്നെ പറ്റിയാ? ഓ ഞാൻ ഫുൾ ചില്ലല്ലേ. നിന്റെ ഭാവി കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ അച്ഛൻ ജോത്സ്യനെ പോയി കണ്ട എന്റെ ജാതകം എല്ലാം കാണിച്ച? ജാതകത്തിന്റെ കാര്യം മാത്രം പറഞ്ഞു പോലും ഇവിടെ. നീ എന്തിനിങ്ങനെ വാങ്ങണേ? എന്റെ മൊബൈല് ചിന്നു, ചിന്നു, എന്തോ ചിന്നു, ഡി എന്തോ എന്റെ ഫോൺ അവിടെ, ഏ? എന്റെ ഫോൺ അവിടെ. നേരത്തെ കോൾ വന്നെന്ന് പറഞ്ഞ് മാമ എടുക്കണുണ്ടായിരുന്നു. അച്ഛനാ? ഓ ഡി അച്ഛനെന്താ എന്റെ ഫോണ്? എനിക്കറിഞ്ഞൂടാ, അത് മാമന്റെ അടുത്ത് ചോദിച്ചു. നീ എന്തിനാ ഫോണൊക്കെ എടുക്കാൻ കൊടുക്കണം? ഞാൻ കൊടുത്തില്ലെന്ന്, ഫോൺ വന്നപ്പോ മാമ എടുത്താണെന്ന്. എന്ത് കഷ്ടം നോക്ക്. എന്തൊന്നും എന്റെ വീട്ടിലേക്ക് കയറണം എന്തിനാണ് ഈ മനുഷ്യൻ? എവിടെയെങ്കിലും കൊണ്ട് ഫോൺ വെച്ചോളൂ, എന്നിട്ട് എന്റെ അടുത്തൊന്നും ചാടിക്കൊണ്ടിരിക്കും. ഫോണ് അച്ഛാ? ഈ പാടേണ്ട ചോളി ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. ചിന്നു വന്നല്ലേ അച്ഛൻ്റെ ഫോൺ ഇരിക്കണത്? അത് അവള് പറഞ്ഞ ഓ ഞാൻ നിന്റെ ഫോണൊന്നും എടുത്തില്ലേ. നീ ചുമ്മാ ആവശ്യമില്ല എന്റെ അടുത്ത് പരിഗണന വേണ്ടി വരല്ലേ. ഫോൺ എടുത്തു മറ്റേ അടുത്തെന്ന് പറഞ്ഞോണ്ട് പോ. നീ കണ്ട എന്റെ ഫോൺ കണ്ടോ? എനിക്കെങ്ങനെ അറിയാം? കള്ളൻ. ദേവിസ് ഇതോന്നടി അല്ല ദേവീസേ. അതേ നീ കേട്, അത്യാവശ്യം വിളിക്കാവുള്ള നീ ഫോണിങ്ങട്. ആഹാ വിളിക്കാതിരിക്കാൻ പറ്റണില്ല അല്ലേ? എങ്ങനെ തോന്നണങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്? നിനക്കെന്തടി, നിനക്ക് വയ്യേ? ആ ആർക്കാണ് വയ്യാത്തെന്ന് മനസ്സിലായി. വേണേ നീ കളിക്കാ, ഫോൺ ഇങ്ങോട്ട് കളിക്കാ. എന്റെ ഫോണൊന്നും ഇല്ല, അപ്പുന്റെ കാണും. ചോദി. ഇവരൊക്കെ എന്റെ ഫോൺ എടുത്ത് വെക്കണ എന്തിന്? ആ എന്തെന്ന് ചെന്ന് ചോദി. അച്ഛാ ആ ഫോണിങ് ഇതാ അച്ഛാ. നിന്റെ ഉരുണ്ട് കളിയൊന്നും ഇവിടെ വേണ്ട കേട്ടാ. നീ മറിച്ചിട്ട് നോക്കി കഴിഞ്ഞാ ദേവി എന്നെ കിട്ടൂല. അവള് കണ്ട വഴി ഓടിക്കാണും. പിന്നല്ലാതെ എന്തോന്നാണ് ഇവിടെ ബഹളം? കുറെ നേരമായല്ലോ. അപ്പു ഇനി എന്തായാലും അപ്പച്ചി അറിയണം, മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇടി കാര്യം പറയടേ. കാര്യം എന്തെന്ന് അപ്പച്ചിക്ക് അറിയോ? ഈ രാമങ്ങളുടെ ജാതകത്തിലെ 2 എണ്ണം കെട്ടുന്നുണ്ട്. മക്കളെ ഞാൻ ഇന്ന് രാവിലെ സ്വപ്നം കണ്ട് എന്തോന്ന്? ഇവ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരണതായിട്ട്. ഉമ്മേ സ്വപ്നം വിട്. ഞങ്ങള് ഫോൺ നോക്കിയപ്പോ ഉണ്ടല്ലോ ദേവീസ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടിരിക്കുകയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞോ? ആരാണ് ഈ ദേവി? സത്യം പറയാടാ. ആരാ ദേവി? ആരാണെന്ന്? ആരാണ് ദേവി? എന്റെ പൊന്ന് ദേവി, എനിക്ക് ചിന്നുവിനോ കുഞ്ഞുവിനോ എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞു അല്ലേ? കുഞ്ഞു തന്നെ. ചിന്നു, ചിന്നു പേര് മാറിപ്പോയണ്ടി. പേര് മാറിപ്പോയ സത്യം. എന്റെ പൊന്ന് ദൈവമേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല അത്. ഇനി ആരും ഉദ്ദേശിക്കുന്ന ആളായിരുന്നാലും ഇനി അവള് വിളിക്കാൻ പോല. ആ മാതിരിയാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. എടി മഹാഭാവി ചിന്നു, ഞാൻ മഹാഭാവിയായപ്പോ നീ അല്ലേ ഇവള്? എടി അത് ആ ദേവി ചിറ്റ് ഫണ്ടിലെ മാനേജർ പെണ്ണും പിള്ളേര് കിടന്ന് വിളിച്ചോണ്ടിരിക്കണം. ഞാൻ ഒരു 1 ലക്ഷം രൂപയുടെ ലോൺ പറഞ്ഞത്, അത് പോയി കിട്ടി. അച്ഛാ, അച്ഛൻ എന്തിന്റെ കുഴപ്പം അച്ഛാ? അച്ഛനെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂലേ? ചെറിയൊരു കയ്യബദ്ധം പറ്റി.